ഹായ് വെൽക്കം ടു മാറ്റ്കമ്മിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. അതിനകത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ലിറ്റിൽ കൺഫ്യൂസീവ് ആണ്. ആദ്യം ഒരു തവണ വായിക്കുമ്പോൾ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാകണമെന്നില്ല. ബട്ട് ഒന്ന് രണ്ട് വട്ടം ലൈൻ ബൈ ലൈൻ വായിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് മനസ്സിലാവുകയും നമുക്കിത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ എ സെർട്ടൈൻ സ്കൂൾ 10% of the student have less than 75% attendance are not allowed to sit in the exam, but 20% of the student who have less than 75% of the attendance are allowed to sit in the exam. What percentage of the students in the school have less than 75% of the attendance? പെട്ടെന്ന് വായിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. ബട്ട് അങ്ങനെയല്ല. ഒന്നുകൂടെ വായിച്ചാൽ, ഇൻ എ സെർട്ടൈൻ സ്കൂൾ 10% who have less than 75% of the attendance and are not allowed to sit for the exam. അതായത് ഒരു സ്കൂളിലെ 10% വിദ്യാർത്ഥികൾക്ക് 75% താഴെയാണ് അറ്റൻഡൻസ്. അതുകൊണ്ട് അവർക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. 10% of the student have less than 75% of the attendance are not allowed to sit in the exam. ഒരു സ്കൂളിലെ 10% സ്റ്റുഡൻസിന് 75% താഴെ അറ്റൻഡൻസ് ആയതുകൊണ്ട് അവർക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. ഇതാണ് ഒന്നാമത്തെ ലൈൻ. സെക്കൻഡ് ലൈൻ, ബട്ട് ദ 20% ഓഫ് ദ സ്റ്റുഡൻറ് who have less than 75% of the attendance are not allowed to sit for the exam. ഇതിപ്പോൾ എങ്ങനെയാണ്? 75% താഴെ അറ്റൻഡൻസ് ഉള്ള 20% കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റി. ഒന്നുകൂടെ വായിക്കാം. ഒന്നാമത്തെ ലൈനിന്റെ മീനിങ് എന്ന് പറയുന്നത്, മൊത്തം സ്റ്റുഡൻസിന്റെ 10% സ്റ്റുഡൻസിന് 75% താഴെയാണ് അറ്റൻഡൻസ്, അതുകൊണ്ട് അവർക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 75% താഴെ അറ്റൻഡൻസ് ഉള്ള 20% സ്റ്റുഡൻസിന് എക്സാം എഴുതാൻ പറ്റി. അതായത് നമ്മുടെ രണ്ടാമത്തെ ലൈനെ വീണ്ടും നമ്മൾ വായിച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 70% താഴെ അറ്റൻഡൻസ് ഉള്ള 80% സ്റ്റുഡൻസിന് എക്സാം എഴുതാൻ പറ്റിയില്ല. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണെങ്കിൽ what is the percentage of the students in the school have less than 75% of attendance? 75% താഴെ അറ്റൻഡൻസ് ഉള്ള സ്റ്റുഡൻസിന്റെ എണ്ണം എത്രയാണ്? നമുക്കിതിന് ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, സ്റ്റുഡൻസിന്റെ എണ്ണം അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ അസ്യൂം ചെയ്യാം. നമ്മൾ അസ്യൂം ചെയ്യുവാണ്, ലെറ്റ് എക്സ് ബി ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ. സ്കൂളിലെ സ്റ്റുഡൻസിന്റെ എണ്ണം എക്സ് ആണെന്ന് അസ്യൂം ചെയ്താൽ ഒന്നാമത്തെ ലൈൻ എന്താണ്? 10% of the student have less than 75% of the attendance are not allowed to sit for the exam. അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ 10% കുട്ടികൾക്ക് 75% താഴെയാണ് അറ്റൻഡൻസ്, അവർക്ക് എക്സാം എഴുതാനും പറ്റിയില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 10/100 ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെട്ടവരാണ്? അവർക്ക് 75% താഴെയാണ് അറ്റൻഡൻസ്. 75% താഴെയാണ് അറ്റൻഡൻസ്. അതുപോലെ തന്നെ not sit for the exam, അല്ലെങ്കിൽ did not sit for the exam എഴുതിയില്ല. ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി 20% of the student who have less than 75% of attendance, 75% താഴെ അറ്റൻഡൻസ് ഉള്ള, അത് എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് വേറൊരു വേരിയബിൾ കൊടുക്കാം. y is equal to number of students with attendance less than 75%. 75% താഴെ അറ്റൻഡൻസ് ഉള്ള സ്റ്റുഡൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് y ആണ്. അതിലെ 20% സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റി? എക്സാം എഴുതാൻ പറ്റി. അതായത് നമ്മളിപ്പോ 20/100 ഓഫ് y എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് 75% താഴെയാണ് അറ്റൻഡൻസ്. അവരെന്ത് ചെയ്തു? എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റംപ്റ്റഡ്. കറക്റ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ നേരെ തിരിച്ചെഴുതാലോ. 20% ഓഫ് ദ വൈക്ക് എക്സാം 75% താഴെയാണ് അറ്റൻഡൻസ്, എക്സാം എഴുതാൻ പറ്റിയെങ്കിൽ 80% ഓഫ് വൈ എന്തായിരിക്കും? അവർക്കും 75% താഴെയായിരിക്കും അറ്റൻഡൻസ്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഡ് നോട്ട് അറ്റംപ്റ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. നമ്മൾ നോക്കി ഈ ഒരു ലൈൻ, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ റീഡിംഗ് ദിസ് പർട്ടിക്കുലർ ലൈൻ ആൻഡ് ദിസ് പർട്ടിക്കുലർ ലൈൻ, ബോത്ത് ആർ സെയിം.
രണ്ടിടത്ത് എന്താണ് 75% താഴെയാണ് അറ്റൻഡൻസ്, എക്സാം എഴുതാൻ പറ്റിയില്ല. 70% താഴെയാണ് എക്സാം എഴുതാൻ പറ്റിയില്ല. കാരണം y എന്ന് പറയുന്നത് 75% താഴെ അറ്റൻഡൻസ് ഉള്ളവരുടെ എണ്ണവും x എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണവുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? 10/100 of x is equal to 80/100 of y. 100ഉം 100ഉം ക്യാൻസൽ ആയിപ്പോയി. നമ്മുടെ x/y എന്ന് എഴുതിയാൽ എന്ത് കിട്ടും? 80/10 is nothing but equal to 8/10. Correct? നമുക്ക് വേണ്ടത് what percentage of students in the school have less than 75% of attendance. 75% of attendance താഴെയുള്ളത് എത്ര ശതമാനം കുട്ടികൾക്കാണ്? അപ്പൊ ഇതെന്താണ്? x എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. y എന്ന് പറയുന്നത് 75% താഴെയുള്ള കുട്ടികളുടെ എണ്ണമാണ്. ആ പെർസെൻറ്റേജ് വേണമെങ്കിൽ എന്ത് വേണം? x/yക്ക് പകരം നമ്മൾ y/x എടുക്കണം. കാരണം y എന്ത് വന്നു? y is nothing but number of students with less than 75% of attendance. 75% താഴെ അറ്റൻഡൻസ് ഉള്ളവരുടെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. എന്താണ്? സോറി, 8/10 അല്ല വരേണ്ടത്, 8/1 വരണം. 8/1 കാരണം 8/1 ആണ് നമുക്ക് വരുന്നത്. സോറി, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്. സോ x/y എന്ന് പറയുന്നത് 8/1 ആണെങ്കിൽ y/x എന്ന് പറയുന്നത് 1/8 എന്ന് കിട്ടും. ഈ 1/8 എന്താണ്? 1/8 is nothing but 12.5%. ഈ 1. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ആൻസർ കണ്ടുപിടിക്കുന്നത്. ആൻസർ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇത് കാണുമ്പോൾ ഒരു ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ടാവാം. എങ്ങനെയാണ് ഈ 1/8 എന്ന് പറയുന്നത് 12.5 ആണെന്ന് എഴുതാൻ പറ്റിയത്? കാരണം നമ്മളിപ്പോൾ 1/8 ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റിയാൽ എന്ത് കിട്ടും? 1/8 is equal to പെർസെൻറ്റേജ് മാറ്റും മൾട്ടിപ്ലൈ ബൈ 100. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 100 divided by 8. 100 divided by 8 എന്ന് പറയുമ്പോൾ 1 time 8, 20, 2 times 16, 40.5. So this will be equal to 12.5%. പല നമ്പറുകളെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. കാരണം 1 എന്ന് പറയുന്നതിന് നമ്മൾ 100% ആയിട്ട് അസ്യൂം ചെയ്താൽ 1/2 എന്ന് പറയുന്നത് 50% ആണ്. അങ്ങനെയാണെങ്കിൽ 1/3 എന്ന് പറയുന്നത് 33.3% ആണ്. 1/4 എന്ന് പറയുന്നത് 25% ആണ്. അതുപോലെ 1/8 എന്ന് പറയുന്നത് 12.5% ആണ്. ബാക്കി കുറെ പെർസെൻറ്റേജുകളുടെ കൂടെ വാല്യൂ ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് കാണാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏതെങ്കിലും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ വേണമെങ്കിൽ അത് കമന്റ് ചെയ്താൽ മതി. ആൻസർ നമ്മൾ തരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് തരുന്നതാവും. കീപ് ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.